പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രധാനമായ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഇതിന്റെ ഒഫീഷ്യൽ പ്രൂഫും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. പുരുഷന്മാർക്കും അതുപോലെ തന്നെ യുവതികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. സോ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു PDF എന്ന് പറയുന്നത് ഏകദേശം 50-54 പേജസോളം ഉണ്ട്. അപ്പോൾ അതിൽ ഏകദേശം മെജോറിറ്റിയും അവർ ശരിക്കും സിലബസിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആക്കിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരു 90% ഭാഗങ്ങളും സിലബസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ PDF കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് ഒഫീഷ്യൽ PDF-ഉം സെക്കൻഡ് പേജ് മുതൽ ആ ഒഫീഷ്യൽ PDF-ൽ നിന്നും ഞാൻ സോർട്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസും PPT-ലായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു തൊട്ട് ഇതാണ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് പേജ് മാത്രമേ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഇനി വരുന്നതെല്ലാം ഞാൻ PPT-ലേക്ക് ജസ്റ്റ് ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ UPSC ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ പബ്ലിഷ് ആയ ഡേറ്റ് എന്ന് പറയുന്നത് 4 മാർച്ച് 4-നാണ് ഇത് പബ്ലിഷ് ആയിട്ടുള്ളത്, ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇതിന്റെ അവസാന തീയതി, ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 24/3/2021 മാർച്ച് 24 വരെയാണ്. അപ്പോൾ ഇതിന്റെ കമ്മീഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. പക്ഷേ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് മറ്റൊന്നാണ്. അപ്പം അത് വീഡിയോയിൽ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം. വേക്കൻസികൾ ഏകദേശം 110 വേക്കൻസികളോളമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മെയിലും ഫീമെയിലും ഉൾപ്പെടെയാണ് പറയുന്നത്. 21 വയസ്സിനും 32 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം. ആ ഒരു ഏജ് കാറ്റഗറി 1 ഓഗസ്റ്റ് 2021 വെച്ചിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 നിങ്ങൾക്ക് 21-നും 32-നും ഇടയ്ക്കാണ് വയസ്സെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓഗസ്റ്റ് 1989-നും 1 ഓഗസ്റ്റ് 2000-നും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഇനി വീഡിയോയുടെ താഴെ വന്നിട്ട് 2002 ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ കഴിയുകയില്ല. 1 ഓഗസ്റ്റ് 2000 അതിനു മുമ്പ് ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്, ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ ബോട്ടണി, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സുവോളജി or a bachelor degree in agriculture, forestry എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി, ഈ പറഞ്ഞ മേഖലയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. അടുത്തതായിട്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. upsconline.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഉള്ള അവസരം. അതുകൂടാതെ ഇതിന്റെ അവസാന തീയതി ഞാൻ പറഞ്ഞതുപോലെ മാർച്ച് 24 ആണ്. അപ്പോൾ എത്രയും വേഗം അപേക്ഷിക്കാൻ ആഗ്രഹമുള്ളവർ അപേക്ഷിക്കുക. അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത്. SC/ST വുമൻ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, ഫീ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഇതിന്റെ ഒഫീഷ്യൽ PDF-ഉം അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തീർച്ചയായും എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. സോ ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.